വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് വന്നാൽ ഇന്ന് എന്തായാലും ഗൈസ് ഒരു പുതിയൊരു കിടിലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നാൽ ഇന്ന് എന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ, ഇന്ന് ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു അല്ലാത്തായിട്ടുള്ള ഒരു റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. റിവ്യൂ അല്ല, ഒരു സംഭവം കാണിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ കളൊക്കെ പ്രോപ്സ് വെച്ച് ഒരു കിഡിലെ ഗെയിമിലുള്ള ഒരാളുടെ വീട് കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാൻ പ്രോപ്സ് വെച്ച് ഞാൻ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ആ കൃഷ്ണ ഗെയിമർ എന്നുള്ള ഒരു ബ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ വീട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്ത് എടുത്ത ഒരു കിഡിലെ വീട് കാര്യങ്ങളൊക്കെ നൈസ് വീടാണ്. ഒരു പോപ്പുലറായിട്ടുള്ള ഒരു കിഡിലെ ഗെയിമിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിനു മുമ്പായിട്ട് നമ്മളെ GTA 5 നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ ഒരു ഇത് കാലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കാണാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി കാണാം. പക്ക അതേപോലെ തന്നെ ആയിരുന്നു. ഓക്കെ, ഈ വീടും ഇതേപോലെ തന്നെയാണ്. ഓക്കെ, ആരുടെ വീടാണെന്നൊക്കെ ഞാൻ എന്തായാലും സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. എന്നിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളാം. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആകുന്നുണ്ട്. പിന്നെ ആരും തന്നെ സബ്സ്ക്രൈബ് നമുക്ക് ചെയ്യണം. ചിലവരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അൺസബ്സ്ക്രൈബ് കളൊക്കെ എന്നാലും ചെയ്യും. പ്ലീസ് ഗേസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരിക്കലും അൺസബ്സ്ക്രൈബ് കളൊക്കെ ചെയ്യണം. പ്ലീസ്. അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് കളൊക്കെ എന്തായാലും ചെയ്യണം. നമ്മുടെ ചാനലുകളൊക്കെ 500 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഹിറ്റ് ആകുമ്പോൾ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിടില ഗെയിമുകളൊക്കെ നമ്മൾ കളിക്കുന്നതാണ്. വേറൊരു ഗെയിമാണ്. ഓക്കെ, മൊബൈൽ ഗെയിമാണ്. ഓക്കെ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിടില ഗെയിമാണ്. ഓക്കെ, അത് നമ്മൾ ഉടനെ തന്നെ കളിക്കുന്നതാണ്. ബാക്കി കേരളെല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കേരളമൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീടിൻ്റെ ആ ഒരു ലൊക്കേഷനിലോട്ട് വരാനായിട്ട് ഞാൻ ഒരു വണ്ടികളൊക്കെ സ്പോണാക്കിയാണ്. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്കാണെങ്കിൽ R15 നൈസാണ് സ്പോണാക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു വണ്ടികളൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ആ ഒരു വീടിൻ്റെ ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുമേ കോപ്പി ചെയ്ത് ഷെയർ പുതുക്കിയിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. ഓക്കെ, ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ അല്ല, അതിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ടെന്നാലും നേരെ എന്നാലും അങ്ങോട്ട് എന്നാലും കത്തിച്ചെന്നാലും വിടാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ പിന്നെ ആ ഷോറൂമൊക്കെ പറഞ്ഞില്ല, ആ സൈഡിലായിട്ടാണ് വീടുകളൊക്കെ ഉള്ളത്. കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഷോറൂമിൻ്റെയൊക്കെ വഴിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നേരെ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ട് കുറേ ബിൽഡിങ്സ് ഒക്കെ പുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ബാക്കിലായിട്ട് ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്നാലും ഉണ്ടോ കേസ്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് കേസ് നമ്മുടെ ഐറ്റങ്ങളൊക്കെ പറഞ്ഞത്. ഇതവിടെ ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീട് കാര്യങ്ങളൊക്കെ പണിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തായാലും ചെയ്യണം കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ എന്തായാലും ഇരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ കൃഷ്ണ ഗെയിമർ എന്ന് പറയുന്ന ഒരു ബ്രോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ വീടാണ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ചാനലിൻ്റെ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോപ്പി ചെയ്തെടുത്താണ്. ഓക്കെ, ഈ ഒരു വീടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോപ്പി ചെയ്ത് വീടുകളൊക്കെ എടുക്കാം. നൈസ് വീടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട് ആരുടെ വീടാന്നൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, യെസ് ഗൈസ്, നമ്മുടെ GTA 5. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഫേമസും പോപ്പുലറും പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഗൈസ്. ഓക്കെ, നമ്മുടെ GTA 5 നമ്മുടെ മൈക്കിളില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ മൈക്കിൾ എന്നൊരു ക്യാരക്ടറുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ട്രെവറുണ്ട്, മൈക്കിളുണ്ട്, ഫ്രാങ്ക്ലിനുണ്ട്. ഓക്കെ, ഇത്രയും ക്യാരക്ടറുകളൊക്കെ നമ്മുടെ GTA 5 ഉണ്ട്. അപ്പോൾ അതിൽ മൈക്കിളിൻ്റെ വീട് കാര്യങ്ങളൊക്കെയാണ് നൈസ് ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, നൈസ് വീട് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പൊളിയാണ്. ഓക്കെ, ഇവിടെ ഒരു ഗറാജ് പോലത്തെ സംഭവം ഉണ്ട്. ഓക്കെ, എല്ലാം അതേപോലെയാണ്, സെയിം ആണ്. വീട് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം നോക്കും, ഫസ്റ്റ് വീടിൻ്റെ വെളിയും ബാക്കി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നൈസ് വീട് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒന്നും പറയാല്ല, കിടിലം വീടാണ്. ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തേ കാണിച്ചു തരാം. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറേ വീടൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു കേറ്റിറക്കം പോലത്തെ ഒരു ഏരിയയിലാണ് നമ്മുടെ മൈക്കിളുടെ വീട് കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഇവിടെയൊക്കെ ബാക്കിയെല്ലാം ഈ വീട് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ പ്രോപ്സ് വെച്ച് ചെയ്താണ്. മൈക്കിളുടെ വീട് കംപ്ലീറ്റ് പ്രോപ്സ് വെച്ച് ബിൽഡ് ചെയ്താണ്. ബീച്ച് സൈഡിലായിട്ടാണ് മൈക്കിളുടെ വീടുകളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അതെല്ലാം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്താണ് കേട്ടോ ഈ വീടുകളൊക്കെ ഉണ്ടാക്കണം. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വഴി ഇങ്ങനെ കയറി വരുമ്പോൾ മൈക്കിളിൻ്റെ വീടിൻ്റെ അതേ സെയിം
സംഭവം തരാണ്. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു വഴിയില്ലേ, ചെറിയൊരു വഴി കൊടുത്ത് അതും സെയിം ആണ്. എന്തായാലും നൈസ് സംഭവങ്ങളൊക്കെയാണ്. വെളിയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടാണ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ബൈക്കുകളൊക്കെ ഇവിടെ വയ്ക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിയാൽ വലിയൊരു ഗാർഡൻ പോലെ പിന്നെ കുറേ ചെടിയും ബാക്കി സംഭവങ്ങളൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ചെറിയൊരു വഴി പോലെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് ഗാർഡനാണ്. ഓക്കെ, ഇതൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഇത് വെച്ച് ഉണ്ടാക്കിയാണ് ഇവിടെ പ്രോക്സ് വെച്ച്. പിന്നെ ഇതൊക്കെ മരമാണ്, മരത്തിനെ ഇങ്ങനെ താത്തി വെച്ചേക്കാണ്. ഓക്കെ, അതിൻ്റെ ക്രിസ്മസ് ട്രീ പോലത്തെയാണ്, നൈസാണ്. അതിൻ്റെ നല്ലൊരു കിടിലൻ വീടാണ്. ഓക്കെ, അതൊക്കെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്തായാലും നൈസൊരു മൈക്കുള്ള വീട്ടിലോട്ട് കയറാം. കാരണം മൈക്കുള്ള വീട്ടിലോട്ട് കയറുമ്പോൾ സൈഡത്തെ സ്റ്റെപ്പും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും മുകളിലത്തെ ഫ്ലോറുകളൊക്കെ നോക്കാം, എന്നിട്ട് അങ്ങ് അടിയിലോട്ട് വരാം. ഓക്കെ, ഇതെന്തോ ടേബിളോ ഇത് വെച്ച മറ്റേ ടേബിളില്ലേ ആ ടേബിളുകളൊക്കെ വെച്ചാണ് സ്റ്റെപ്പ് ബിൽഡ് ചെയ്തേക്കണേ. ഓക്കെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ഓക്കെ ഈ ഡോറുകളൊക്കെ ലോക്കാണ്. ഇത് ടി വി ആണ്, ടി വിയിലാണ് ഡോർ ആക്കിയേക്കണേ. ഗൈസ് ഇവിടെ വരികയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഗൈസ് നമ്മുടെ ഏതാണ് ട്രേസിയുടെ റൂമില്ലേ ഓക്കെ, നമ്മുടെ മൈക്കിളിൻ്റെ മോളില്ലേ ഓക്കെ, നമ്മുടെ മൈക്കിളിൻ്റെ മോള് ട്രേസിയില്ലേ ഓക്കെ, ട്രേസിയുടെ റൂമുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, മൈക്കിളിൻ്റെ മോള് ട്രേസി. ഓക്കെ, അപ്പോൾ അവളെ റൂമുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ട്രേസിയുടെ. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് അല്ല, ഇതെന്ന് വെച്ചാൽ ഇതെനിക്ക് തോന്നുന്നു കിച്ചൺ ആയിരിക്കും. ഓക്കെ, പക്ഷെ കിച്ചൺ ഓൾറെഡി അയ്യോ ഇയാളെവിടെ കയറി പോണ്? ആർക്കറിയാം, ഇയാൾ താണ്ട വീടിൻ്റെ മണ്ട കയറി. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒന്നുകൂടെ എന്തായാലും വീടിൻ്റെ ഉള്ളിൽ എന്തായാലും കയറാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ് നിർത്തിയെന്ന് വെച്ചാൽ ഈ ഒരു റൂമിനെ കുറിച്ചാണ്. ഓക്കെ, സത്യം പറഞ്ഞ ഈ ഒരു റൂം എനിക്ക് തോന്നുന്നു ബാത്റൂം അതേപോലെ തന്നെ കിച്ചൺ അങ്ങനത്തെ എന്തോ സാധനം വേണമെന്ന് തോന്നുന്നു. അല്ലാതെ ഇത് എന്താണെന്നോ ഈ കിച്ചൺ ആയിരിക്കും. ഓക്കെ, കാരണം പൈപ്പ് പോലെയൊക്കെ അവിടെ വച്ചേക്കണം. ഓക്കെ, മിക്കവാറും ബാത്റൂം ആയിരിക്കും. ഓക്കെ, അറിഞ്ഞൂടാ. പിന്നെ ഇതെന്ന് വെച്ചാൽ അവിടെ എന്താണ് ജിമ്മിയുടെ റൂമാണ്. ഇതെന്ന് വെച്ചാൽ അവിടെ ജിമ്മിയുടെ റൂമാണ്. ഓക്കെ, ഇതാണ് ജിമ്മിയുടെ റൂം. ഇല്ല ഇതാണ് മൈക്കിളിൻ്റെ റൂം. ഓക്കെ, അതാണ് ജിമ്മിയുടെ റൂം. ഓക്കെ, ജിമ്മിയുടെ റൂം ഇങ്ങനെ മുകളിലോട്ട് ഫേസ് കാണിക്കണം, പിന്നെ ഫുള്ള് ഗെയിമിൻ്റെ സംഭവമാണ്. ഓക്കെ, ഇതാണ് മൈക്കിളിൻ്റെ റൂം. ഓക്കെ, റിയൽ ആയിട്ടുള്ള. ഓക്കെ, ഇത് നമ്മുടെ ജിമ്മിയുടെ റൂം. ഓക്കെ, ഈ കാണണം. ഓക്കെ, അതിൻ്റെ അപ്പുറത്തുള്ള അമേൻ്റെ ആണ്. ഓക്കെ, ഇയാളിത് എന്തൊക്കെയാണെന്ന് അറിയണം. ഓൾറെഡി ഒരിക്കൽ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പിന്നെ എവിടെയൊക്കെ കയറിയപ്പോൾ സ്റ്റക്കായി, പിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, ഇനിയുണ്ട് ഈ വീട് കാണാനായിട്ട്. ഓക്കെ, ഇത്രയും ഉള്ളതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഓക്കെ, ഇവിടെ പിന്നെ ഒരു വഴി കൂടെ ഉണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതവിടെ താഴോട്ട് ഇറങ്ങി പോവാം. മുകളിൽ ഇത്രയാണുള്ളത്. ഓക്കെ, താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ ചെറിയ ഇതുപോലെ കാണുന്നുണ്ട്. ഇത് ഡോറാണ് കേട്ടോ, ഡോറായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണത്. താഴെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒറ്റ അതാണ് വരുന്നതാണ് ഹോള് പോലത്തെ സംഭവം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ടി വി ഒക്കെ പറഞ്ഞ ഏരിയ. ഓക്കെ, പിന്നെ ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്, വലിയ ടി വി. ആ സോഫയൊക്കെ പറഞ്ഞ സംഭവമല്ല, അതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കിച്ചൺ. ഓക്കെ, ഇവിടെ നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് കിച്ചൺ. ഓക്കെ, വലിയൊരു കിച്ചണാണ്. ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, മൈക്കുള്ള വീട്ടിലുള്ള പോലെ. പിന്നെ ഇത് മറ്റേ എന്താണ് എന്തെങ്കിലും മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു റൂം പോലെയാണെന്ന് തോന്നണം. ഓക്കെ, പിന്നെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഓക്കെ, മൈക്കുള്ള വീട്ടിലുള്ള പോലെയാണ്. ഓക്കെ, ഇതെന്താണ് ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഈ വീടൊക്കെ ഉണ്ടാക്കി വെച്ചാണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂള് ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇത് വെക്കണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ പറഞ്ഞ സ്ഥലത്ത് വെച്ചത്. ഓക്കെ, ഈ ഒരു ബോർഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ ബോർഡ് കിട്ടുന്നതാണ്. ഓക്കെ, ഇതിൻ്റെയോടൊപ്പം തന്നെ അതും കൂടെ പിൻ ചെയ്താണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ്റെ വീടിന് സെപ്പറേറ്റ് എടുക്കണ്ട, ഇതെടുത്താൽ മതി. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ വീട് കിട്ടും, ഇതും കിട്ടും. ഓക്കെ, സെക്കൻഡ് ആ ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. ഓക്കെ, ഇതേപോലെ പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചാടുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ അടിയിലോട്ട് പോകാനുള്ളൊരു വഴി പോലെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഗാർഡൻ പോലെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇത് ടെന്നീസ് കോർട്ടാണ്. ഓക്കെ, ഇവിടെ ഏതാണ് ജിമ്മിയും
ജിമ്മി ട്രേസി അതേപോലെ തന്നെ നമ്മുടെ മൈക്കിളും അമ്മാൻ്റെയൊക്കെ കളിക്കണ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ആ സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. ഓക്കെ, നൈസ് വീടാണ്. ഓക്കെ, കൊള്ളാം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഈ വീട്ടിൽ മെയിനായിട്ടുണ്ട്, അതേ കാണിച്ചുതരാം. ഓക്കെ, നമ്മുടെ ഇതാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ഈ സംഭവം ഇറങ്ങി വരേണ്ട. ഓക്കെ, ഇവിടെ നിന്നാണ് ഈ സംഭവം ഇറങ്ങി വരേണ്ട. ഓക്കെ, ഇവിടെ നിന്നുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ കിച്ചണിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. കിച്ചണിൻ്റെ അവിടെ തന്നെയാണ് ഡൈനിങ് ഏരിയ, വലിയൊരു കിച്ചണാണ് കേട്ടോ. നൈസ് വീടാണ് മൈക്കുള്ള. ഓക്കെ, നമ്മളിങ്ങനെ വെളിയിൽ കളൊക്കെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്ക് നേരെ ടെന്നീസ് കോർട്ടിലോട്ടോ. പിന്നെ ഇവിടെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സെക്കൻഡ് കാർ പോർച്ചില്ലേ അത് കാണാം. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഇവിടെ ആയിട്ടൊരു ടോയ്ലറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, മിക്കവാറും അതിന് തോന്നുന്നത് അത് ടോയ്ലറ്റ് ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വിൻഡോ പോലത്തെ സംഭവമാണ്. ചില വീഡിയോസ് ഞാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും കള്ളന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും മൈക്കുള്ള വീട്ടിലോട്ട് എൻ്റർ ആകുമ്പോൾ ആ ജനൽ ചാടിയാണ് മൈക്കുള്ള വീട്ടിലോട്ട് എൻ്റർ ആവണം. ഓക്കെ, അതേപോലെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? അതെന്താ വേറെ എന്തോ സംഭവമാണ്. ഓക്കെ, മൈക്കുള്ള വീട്ടിലൊന്നും ഉള്ളതാണല്ലോ. ഓക്കെ, ഇത്രയാണ് മൈക്കുള്ള വീട്ടിലുള്ളത്. ഒരു കാര്യം മെയിനായിട്ട് കാണിച്ചു തരാൻ മറന്നുപോയി. ഗാർഡനൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. അല്ല, നമ്മുടെ മൈക്കുള്ള വീടിൻ്റെ ഉള്ളിലൊരു അടിപൊളി സാധനമുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള ഒരു കാർ പോർച്ചില്ലേ സാധാരണ. ഓക്കെ, കണ്ട ഇതുവഴി കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ട കാർ പോർച്ച് വരെ. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, ഒരു നൈസ് വീടും കേരളമൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഡ്രോൺ വെച്ചിട്ടുള്ള വീഡിയോസും ബാക്കി കേരളമൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കും. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് തന്നെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിം കളകയാണ് ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.